ദൈവമേ, ഈ കാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് കരുതിയില്ല. പക്ഷേ വഴിയൊന്ന് തെറ്റിയോ? ഇതെന്താ, ഒരരഞ്ഞാണം സ്വർണമാണോ? എന്ത് രസമാണിതിന്റെ പണികൾ കാണാൻ. ആരും കാണാതെ ആരോ ഇവിടെ ഉപേക്ഷിച്ചതാവും. ഇരിക്കട്ടെ, എന്റെ ബാഗിൽ. രാത്രി സമയം. മീര തന്റെ മുറിയിലിരിക്കുകയാണ്. പെട്ടെന്ന് ജനാലകൾ കാറ്റിലാടാൻ തുടങ്ങി. എവിടെ നിന്നോ പാലപ്പൂവിന്റെ ശക്തമായ മണം വരുന്നു. ദൂരെ ആരോ പുള്ളാങ്കുഴൽ വായിക്കുന്നത് പോലെ മീരയ്ക്ക് തോന്നി. അവൾ പേടിയോടെ അമ്പരന്ന് നിൽക്കുമ്പോഴാണ് ഫോൺ അടിച്ചത്. അവളുടെ സുഹൃത്ത് രവിയാണ്. രവി പേടിയോടെ പറഞ്ഞു, മീര, നീ അയച്ച ആ ഫോട്ടോ ഞാൻ കണ്ടു. അത് വെറും ഒരു സ്ഥലമല്ല, അപകടകാരിയായ ഒരു ഗന്ധർവൻ കാവാണ്. നീ അവിടുന്നൊന്നും എടുത്തില്ലെന്നോ? മീര സത്യം മറച്ചുവെച്ചു. ഇല്ല രവി, ഞാനൊന്നും എടുത്തില്ല, അവൾ പറഞ്ഞു. പക്ഷേ അവളുടെ കാതിൽ ആ പുള്ളാങ്കുഴൽ നാദം ഉച്ചത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അർദ്ധരാത്രിയായി. പെട്ടെന്ന് മുറിയുടെ വാതിലിൽ ആരോ മാന്തുന്ന ശബ്ദം കേട്ടു. മീര ഭയന്ന് വിറച്ചു. ഇരുട്ടിൽ നിന്ന് ഒരു ഭീകര ശബ്ദം മുഴങ്ങി. അതെന്റേതാണ്, എനിക്ക് തിരിച്ചു വേണം. മീര ലൈറ്റിടാൻ നോക്കി, പക്ഷേ ബൾബ് പൊട്ടിത്തെറിച്ചു. പെട്ടെന്ന് അവളുടെ അരയിൽ വലിയൊരു വേദന തോന്നി. അവൾ കാവിൽ നിന്നെടുത്ത ആ സ്വർണ്ണ അരഞ്ഞാണം അവളുടെ ശരീരത്തിൽ മുറുകുകയാണ്. അത് അഴിച്ചുമാറ്റാൻ അവൾക്ക് കഴിയുന്നില്ല. ഇരുട്ടിൽ നിന്ന് ഒരു ഭീകര രൂപം അവളുടെ മുന്നിൽ വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്റെ ആഭരണം തൊട്ടു, ഇനി നീ എന്റേതാണ്. മീര അലറിക്കരഞ്ഞു. ആ രൂപത്തിന്റെ മുഖം ഒരു മൃഗത്തിൻ്റേതുപോലെ ഭീകരമായിരുന്നു. കണ്ണുകൾ ചോര നിറത്തിലും. എന്നെ വിടൂ, ഞാനിത് തിരിച്ചു തരാം, അവൾ കെഞ്ചി. പക്ഷേ ആ രൂപം വിട്ടില്ല. ഇത് നിന്റെ ശരീരത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി നീ എന്റെ കൂടെ കാട്ടിൽ വരണം. മീര പ്രാണരക്ഷാർത്ഥം കാട്ടിലേക്ക് ഓടി. ഒടുവിൽ അവൾ ആ പഴയ കാവിൽ തളർന്നു വീണു. ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആ കാവ് പിളരുന്നത് അവൾ കണ്ടു. ആ ഭീകരരൂപം അവളുടെ മുന്നിൽ വന്നു പറഞ്ഞു, സ്വാഗതം, നിനക്കായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് മീരയുടെ ഒരു നിലവിളി മാത്രം കേട്ടു. കാട് പെട്ടെന്ന് നിശബ്ദമായി. പശ്ചാത്തലത്തിൽ ആ പുല്ലാങ്കുഴൽ സംഗീതം മാത്രം ബാക്കിയായി.